ഹൈ ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചാർട്ട് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രെൻഡ് ലൈനെ കുറിച്ചിട്ടാണ്. അപ്പം ട്രെൻഡ് ലൈനിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അത് എങ്ങനെയൊക്കെ ഏതൊക്കെ മാർക്കറ്റിലാണ് അത് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ട്രെൻഡ് ലൈനുകളാണുള്ളത്, അതിൻ്റെ ബാക്കിലുള്ള സൈക്കോളജി എന്താണ്, അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ ഏതൊക്കെ രീതിയിലാണ് വരയ്ക്കുന്നത് അങ്ങനെ എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒരു സംശയം വരുന്ന രീതിയിലുള്ള കമൻറ്റുകളോ കാര്യങ്ങളൊന്നും കണ്ടില്ല. സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒരു കോഴ്സുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഈ പറയുന്ന പോലെ വീഡിയോസ് കൂടുതലും റെഫർ ചെയ്തിട്ടാണ് ഞാൻ കൂടുതൽ ഡേറ്റ എടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പാണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ അത്യാവശ്യം ഡിസ്കഷൻ നടത്തിയിട്ടാണ് നമ്മളുടെ പല ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ക്ലാസ്സിലും പോയി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോഴ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. സോ ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് കാര്യങ്ങൾ ഞാൻ കൂടുതലും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം സോണിനെ കുറിച്ചിട്ടാണ്. സോൺ മാർക്കിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ സോൺ എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മളുടെ പ്രാക്ടിക്കൽ ട്രേഡിങ്ങിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സോണിൻ്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്, അതിൻ്റെ ഉപയോഗം എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. പരമാവധി ഇതിൻ്റെ നീളം കുറച്ച് ഞാനത് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. എനിക്കറിയില്ല എത്രമാത്രം പോകുമെന്നുള്ളത്. എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന സെയിം കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ സോണും വരുന്നത്. സോൺ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് സൈഡ് വേസ് മാർക്കറ്റ് ഉണ്ട്, ബുള്ളിഷ് മാർക്കറ്റ് ഉണ്ട്, ബെയറിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ സോൺ മാർക്കിംഗ് വരുന്നത് അല്ലെങ്കിൽ സോൺ ക്രിയേഷൻ വരുന്നത് സൈഡ് വൈസ് മാർക്കറ്റിങ്ങിലൂടെയാണ് കൂടുതലായിട്ടും വരുന്നത്. അതായത് സൈഡ് വൈസ് മാർക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിലാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈഡ് വൈസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് പൊതുവേ ഒരു എന്താണ് ഒരു പാരലായിട്ട് വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ മേഖല അല്ലെങ്കിൽ ഒരു സപ്ലൈ മേഖലയാണ് നമ്മളൊരു സോണായിട്ട് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഈ സോണായിട്ട് എടുക്കുന്ന മേഖല ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഈ പറയുന്ന പോലെ സോണുകളും മാർക്ക് ചെയ്യുന്നത്. സോണിലും ഈ പറയുന്നത് പോലെ തന്നെ ട്രെൻഡ് ലൈൻ ഉള്ളതുപോലെ തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ട്. അത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യും ഈ സോണും ട്രെൻഡ് ലൈൻ പോലെ തന്നെ. സോ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ സഹിതമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആദ്യം നമ്മൾ സോൺ മാർക്കിങ്ങിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. നമ്മളിപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇപ്പം റിലയൻസിൻ്റെ ചാർട്ടാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാർട്ടാണ്. ഇന്ന് 16/11 ഡേറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മാർക്കറ്റ് വലിയൊരു ഫാള് ഉണ്ടായ കാര്യം നമ്മൾ കണ്ടതാണ്. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാർട്ടിൽ തന്നെയാണ് ഞാൻ ഇത് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തെങ്കിലും ഞാൻ പറയുന്ന തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നമ്മൾ മാക്സിമം ഈ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയിൽ തന്നെയാണ് പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഒരു പോയിൻ്റാക്കി എനിക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല. നമ്മൾ ഈ കാഷ്വലി സംസാരിക്കുന്ന രീതിയിൽ തന്നെ സംസാരിച്ച് പോകുന്നതുകൊണ്ട് തന്നെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ചിലപ്പം കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ വലിയ പ്രൊഫഷണൽ ആണെന്നല്ല പറയുന്നത്, പക്ഷേ സംസാരിക്കുന്ന ഇടയിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ അത് ചിലപ്പോൾ ഒരു സ്ട്രൈക്കിംഗ് പോയിൻ്റായിട്ട് ചിലപ്പോൾ കിട്ടിയേക്കും. സോ നമ്മൾ പരമാവധി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാ ആളുകളും കാണുക. സോ നമ്മളിപ്പം ജസ്റ്റ് ഒരു സോൺ മാർക്കിങ്ങിൻ്റെ ഇനിഷ്യൽ സ്റ്റെപ്പായിട്ടുള്ള നമ്മൾ ഹോറിസോണ്ടൽ ലൈനാണ് ഇപ്പം വരച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ട്രെൻഡ് ലൈനിൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടിരുന്നു എങ്ങനെയാണ് സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ സോണുകൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ
ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റ് എന്ന രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോണിൽ നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ഇവിടെ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ സോണുകൾ വരച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിത് വരച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എല്ലാം പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് ഈ ലൈനുകളെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാനിത് വരച്ചിരിക്കുന്നത്. ഇത് വരയ്ക്കാൻ അല്ലെങ്കിൽ ഇവിടെ സോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മളൊരു സപ്പോർട്ട് ഏരിയ എന്നുള്ള രീതിയിൽ ഈ ഒരു ലൈനെ മാത്രം നമ്മൾ എടുത്താൽ എത്രമാത്രം ശരിയാകുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ഇവിടെ മാത്രമല്ല റിവേഴ്സ്ഡ് ആയിട്ടിരിക്കുന്നത്. കാരണം തൊട്ട് താഴെയുള്ള ഈ ഒരു മേഖലയിലും പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ റിവേഴ്സ്ഡ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നുള്ളത് നമ്മൾ വരുന്ന വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് സംസാരിക്കുന്നതാണ്. എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് കണ്ട സ്ഥിതിക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഫെയർ വാല്യൂ ഗ്യാപ്പ് വരാൻ നേരത്തെ ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു റേഞ്ചിൻ്റെ ഏകദേശം മിഡിൽ ഭാഗത്തേക്കൊക്കെ വരെ പ്രൈസ് വന്ന് ഒരു സപ്പോർട്ട് എടുക്കാൻ ഉള്ള ഒരു സാധ്യത കൂടുതലുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ദെൻ ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ മതി. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ മിഡിലിന് താഴെ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇതും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, അതും വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്നിട്ട് കൃത്യമായിട്ട് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറി പോയിട്ടുണ്ടെന്ന്. ഓക്കെ, ഞാൻ അതല്ല പറയാൻ വന്നത്, കണ്ട സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രൈസ് ഇത്രയും ഈ ഒരു ഏരിയയിൽ മാത്രമല്ല ഇവിടെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലും ഈ മാർക്കറ്റ് ഇവിടെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം തൊട്ട് മുന്നേ ഉണ്ടാക്കിയിരിക്കുന്ന ലോ ഇതാണ്. പക്ഷേ പ്രൈസ് ഈ ഒരു സൈഡിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം ഇതും സപ്പോർട്ടാണ്, ഇവിടെയും സപ്പോർട്ടാണ്, ഇവിടെയും സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് മേഖലയും കൂടെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ല എങ്കിൽ ഒരു സപ്പോർട്ട് ലൈൻ വരയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വളരെ നല്ലതല്ലേ? സോ നമ്മളുടെ ഈ സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു വരയെ സംബന്ധിച്ചിടത്തോളം അത് ഓൾറെഡി ഒരു സപ്പോർട്ട് സോണായിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലൈനായിട്ട് ഇവിടെ ബിഹേവ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എങ്ങനെ കൂട്ടിയിട്ട് ഒരു സപ്പോർട്ട് ലൈൻ നമുക്ക് വരയ്ക്കാം. ഇവിടെ വരയ്ക്കുന്നത് കൊണ്ട് അതും ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതും ഒരു സപ്പോർട്ട് ലൈനാണ്, അതുപോലെ തന്നെ ഇതും ഒരു സപ്പോർട്ടാണ്. സോ ഇങ്ങനെ വരകളുടെ എണ്ണം കൂട്ടി നമ്മൾ ഇതുപോലെ വരയ്ക്കുന്നതിലും എളുപ്പം നമുക്കിതിനെ സിമ്പിളാക്കി നമുക്കൊരു രീതിയിൽ ചെയ്യാം. ഈ രണ്ട് സപ്പോർട്ട് ഏരിയ എങ്ങനെ കൂട്ടിക്കൊണ്ട് നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോക്സ് ഇവിടെ വരയ്ക്കുകയാണ് എങ്കിൽ ആസ് എ ട്രേഡർ എന്ന രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഈ ഒരു ബോക്സിലേക്ക് എപ്പോഴാണോ പ്രൈസ് വരുന്നത് ആ സമയത്ത് പ്രൈസ് അവിടുന്ന് റിവേഴ്സ്ഡ് ആകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ജസ്റ്റ് നമുക്കൊന്ന് നല്ല രീതിയിലൊരു കളറൂടം കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടുത്തെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കളർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ നല്ലൊരു കളറൂടം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐ അട്രാക്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രൈസ് ആ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ഈ ലൈൻ നോക്കാതെ ആ മേഖലയിലേക്ക് വരുമ്പോൾ കൃത്യമായി സപ്പോർട്ട് എടുക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ട്രെൻഡ് ലൈൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സൈഡ് വേസ് മാർക്കറ്റിൽ ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അപ്പോൾ ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ ലൈൻ വരയ്ക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ബോക്സാക്കി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോണാക്കി വരയ്ക്കുകയാണെങ്കിൽ പ്രൈസ് ഈ ഒരു സോണിലേക്ക് വരാൻ നേരത്ത് അല്ലെങ്കിൽ ഈ ഒരു കളർ അടിച്ചിരിക്കുന്ന ഈ ഒരു ബോക്സിലുള്ള പ്രൈസ് റേഞ്ചിൻ്റെ ഈ സോണിലേക്ക് പ്രൈസ് ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോകും എന്നുള്ളതാണ് നമ്മളുടെ കോൺസെപ്റ്റ്. ഈ ഒരു ലൈനെ റെസ്പെക്റ്റ് ചെയ്യാതെ ഈ ഒരു ഏരിയ എന്ന രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ നമുക്ക് സപ്പോർട്ടുണ്ട്, ഇവിടെയും സപ്പോർട്ടുണ്ട്. ഈ ഒരു സോണിലേക്ക് വന്നു, പ്രൈസ് നേരെ തിരിച്ച് കയറിപ്പോയി. ഈ ഒരു സോണിലേക്ക് വന്നു, പ്രൈസ് ഇവിടെ നിന്ന് സപ്പോർട്ട് തിരിച്ച് കയറിപ്പോയി. ഇവിടെ വന്നു, ഇവിടെ നിന്ന് നേരെ സപ്പോർട്ട് തിരിച്ച് കയറിപ്പോയി. ഇവിടെ വന്നു, പ്രൈസ് ഇവിടെ ജസ്റ്റ്
ഒന്ന് ഒരല്പനേരം കിടന്ന് കളിച്ചതിന് ശേഷമാണ് ഡ്രാസ്റ്റിക്കലായിട്ട് താഴേക്ക് പോയിരിക്കുന്നത്. സോ ഈ ഒരു ബോക്സ് വരച്ചിരിക്കുന്ന കംപ്ലീറ്റ് ഏരിയയും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ ഇടയ്ക്ക് വന്നതാണെങ്കിൽ പോലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പറയാൻ ഞാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ഇപ്പം ഈ ഒരു പ്രൈസ് ഈ ഒരു ഏരിയയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്ന വര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് സപ്പോർട്ട് ഏരിയയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന അതേ ലാഘവത്തോട് കൂടിയിട്ട് മാക്സിമം ടച്ച് കിട്ടത്തക്ക വിധത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ബോക്സ് കൂടെ വരച്ചാലോ. ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് വരയ്ക്കാൻ നേരത്തെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഈ പറയുന്ന ക്യാൻഡിൽസിനെ ടച്ച് ചെയ്ത് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലോജിക്കും പിന്നെ അതുപോലെ ചെയ്യുന്ന ഒരു കാര്യത്തിലുള്ള ഒരു തന്മയത്വം കൊടുത്താണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഇതിൽ ബോക്സ് ഇന്ന രീതിയിലേ വരയ്ക്കാവുള്ളൂ എന്ന് പറഞ്ഞ് തിയറട്ടിക്കലായിട്ട് എങ്ങും എഴുതി വെച്ചിട്ടൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക മേഖലയിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ പ്രൈസ് റിവേഴ്സ്ഡ് ആകും എന്ന് നമുക്ക് തോന്നലുണ്ടാകുന്ന ഒരു യുക്തിപൂർവ്വമായിട്ടുള്ള തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനത്തിന് പുറത്ത് മാത്രം നമ്മൾ ഇതുപോലുള്ള ബോക്സുകളും കാര്യങ്ങളും വരച്ചാൽ മതി. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഞാൻ നേരെ ഈ ഇവിടെ വരച്ചിരിക്കുന്ന ഈ സോണിൻ്റെ ഉള്ളിൽ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനുകൾ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്ത് കളയാൻ നേരത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ കണ്ടോ, ഈ ഒരു 2 ബോക്സ് വരച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒന്നുകൂടെ സിമ്പിളായില്ല. കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിളായി, ചാർട്ട് കംപ്ലീറ്റ് ക്ലീനായി, സിമ്പിളായി കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഉപയോഗം. ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ റിവേഴ്സ്ഡ് ആകും എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അതുപോലെ തന്നെ നമുക്ക് അതനുസരിച്ച് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. ഇതൊക്കെയാണ് സോൺ വരയ്ക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഇതുപോലെ ശ്രമിക്കുക. സോൺ വരയ്ക്കാൻ നേരത്ത് ഈ പറയുന്ന പോലെ മാക്സിമം ക്യാൻഡിലുകൾക്ക് ടച്ച് കൊടുത്ത് നമ്മളുടെ യുക്തിപൂർവ്വമായിട്ടുള്ള ഒരു സോണാക്കി തന്നെ വരയ്ക്കുക. ചുമ്മാ വെറുതെ വഴിയെ പോകുന്ന എല്ലാ ക്യാൻഡിലിനെയും കൂട്ടി സോൺ വരയ്ക്കരുത്. നമുക്ക് ഈ പറയുന്ന റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ റിവേഴ്സ്ഡ് ആകുമെന്ന് തോന്നുന്ന സോണുകളാക്കി വളരെ ചുരുക്കി തന്നെ, ഏറ്റവും ചെറുതാക്കി തന്നെ നമ്മളത് വരയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം ടച്ച് കിട്ടത്തക്ക വിധത്തിൽ സോണുകൾ വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ടെസ്റ്റ് ചെയ്യുക. ഈ ഒരു സോൺ മാർക്കിംഗ് നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ നമുക്ക് ഒന്നുകൂടെ നമ്മളെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ സാധിക്കും. നമ്മളുടെ ഈ SL അടിക്കുന്ന ആ ഒരു ടെൻഡൻസി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നിങ്ങൾ ഇതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യങ്ങൾ നമുക്ക് ഇവിടെ റെഫർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ പ്രൈസിൻ്റെ ഒരു SL നമുക്ക് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് വരുന്നതെങ്കിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഏരിയയിലാണ് നമുക്ക് SL വരുന്നതെങ്കിൽ നമുക്കിവിടെ കൃത്യമായിട്ടുള്ളൊരു സോൺ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, ഇവിടെയാണ് ഞാനിപ്പോൾ എൻ്റെ പ്രൈസ് നിലവിൽ നിൽക്കുന്നത്, ഇവിടെയാണ് ഞാൻ എൻ്റെ SL വെച്ചിരുന്നത്. ഞാൻ അക്കൂട്ടത്തിൽ ഒരു സോണൂടെ വരയ്ക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പ്രൈസ് ഇവിടെ വന്ന് തട്ടുന്നതിന് പകരം എനിക്ക് ഇങ്ങോട്ട് വേണേൽ ഇറക്കി വെക്കാം. അല്ല എങ്കിൽ ഞാൻ അല്പം കൂടി ബുദ്ധിപൂർവ്വം ഉള്ള കളിയാണ് കളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു സോണിന് ശേഷം